എടി എനിക്കിന്ന് ഇതിനൊരു തീരുമാനം അറിഞ്ഞേ പറ്റൂ. മാസം 4 കഴിഞ്ഞാൽ ഇതും പറഞ്ഞ് നിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് വേറെ ഒന്നും വേണ്ട. നീ എൻ്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമല്ലാന്ന് പറ പറ പറ. ശ്രീ ഞാൻ പറഞ്ഞില്ലേ ഇത് നടക്കൂല. എന്നെ ഇഷ്ടമാണോ അല്ലേ? എടാ എൻ്റെ ചോദ്യം സ്ട്രെയിറ്റ് ആണ്, ചുമ്മാ വളച്ചു കേട്ടാ നിൽക്കാതെ ഉത്തരം പറ. എടാ എനിക്ക് ഇഷ്ടമൊക്കെയാണ്. എന്നാ പിന്നെ കല്യാണം കഴിക്കാൻ എന്തൊരു കുഴപ്പം? അതിൽ കുറച്ച് പ്രശ്നമുണ്ട് അതാ. മനുഷ്യന് സോൾവ് ചെയ്യാൻ പറ്റാത്ത എന്ത് പ്രശ്നമാണുള്ളത്? നീ പറ നിന്റെ പ്രശ്നം, ഞാൻ സോൾവ് ചെയ്തു തരാം. എടാ എന്റെ വീട്ടിൽ സമ്മതിക്കൂല. അയ്യേ സ്ഥിരം പ്രശ്നം. എടി നമുക്ക് ജോലിയുണ്ട്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ എനിക്ക് ആൾക്കാരെ കൺവിൻസ് ചെയ്യാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. നീ പറ നിന്റെ പ്രശ്നം, ഞാൻ പുട്ടുപോലെ സോൾവ് ചെയ്തു തരാം. നിന്റെ വീട്ടിൽ സമ്മതിക്കോ? നമ്മൾ രണ്ട് റിലീജിയൻ അല്ലേ? സില്ലി ഗേൾ, ആ നാട്ടിൽ ഏറ്റവും പ്രോഗ്രസീവ് മൈൻഡുള്ള ആളാണ് എൻ്റെ അമ്മ. യു നോ ദാറ്റ്. എടാ എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്കൊരു അസുഖമുണ്ട്, ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, അപ്പൊ ആ അസുഖം അങ്ങ് മാറിക്കോളും. ഇതിന്റെ പേര് കല്യാണം കഴിക്കാതിരിക്കണ എന്തിനാണ്? എടാ എനിക്കിനി ഒന്നും കേൾക്കണ്ട, ഞാൻ ഇതങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞു. ഐ ലവ് യു. ശ്രീ എനിക്കിനി ഒന്നും കേൾക്കണ്ട, നീ കല്യാണത്തിന് റെഡി ആയിക്കോ. ഐ ട്രസ്റ്റ് യു. ഇനി വാക്ക് മാറ്റി പറയരുത്. എടാ ഞാൻ പറയുന്ന കേക്ക്. വാക്ക് മാറ്റി പറയരുത്. കാള പോലെ വളർന്നെന്ന് ഞാൻ നോക്കൂല, ഒരെണ്ണം തന്ന ഉണ്ടല്ലോ. അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ആളല്ലേ എനിക്ക് കെട്ടാൻ പറ്റുള്ളൂ. അങ്ങനെ നീ ഇഷ്ടപ്പെടണ്ട. എവളില്ലെങ്കിൽ ഞാൻ വേറെ കെട്ടൂല, നോക്കിക്കോ. വേണ്ടടാ, എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അമ്മ ഞാൻ അവസാനമായിട്ട് പറയണം, ഇത് പറ്റൂല. എന്റെ വാക്കിനപ്പുറം നീ ചെയ്യൂടാ. ഇല്ല, അമ്മയുടെ വാശി തന്നെ നടക്കട്ടെ. പക്ഷെ ഒരു കാര്യം ഓർത്തോ, ഇനി എന്റെ ജീവിതത്തിൽ പെണ്ണില്ല. എന്നെ വേറെ കല്യാണം കഴിക്കാനും പറയരുത്. എല്ലാരും ഇങ്ങനെയൊക്കെ തന്നെ പറയണേ. കുറച്ചു ദിവസം കഴിയുമ്പോ നീ തന്നെ വേറെ കല്യാണത്തിന് സമ്മതിച്ചോളൂ. ഇല്ല, അവിടെ അമ്മയ്ക്ക് തെറ്റി. ഇനി എനിക്ക് സിംഗിൾ ലൈഫ്. ഇത് സത്യം സത്യം സത്യം. ഹായ്. എന്തൊക്കെയായിരുന്നു എല്ലാവരും സംസാരിച്ച് മലത്തി കളയെന്ന് പറഞ്ഞിട്ട് പൊളിച്ചോണ്ട അവസ്ഥ. അതെ, നമുക്കിതൊക്കെ പറഞ്ഞ് പിന്നെ അടി വെക്കാം. ലവ് യു. അതെ, പപ്പയുടെ മമ്മയുടെ അനുഗ്രഹം കാണിച്ചല്ലോ. അയ്യോ, നമുക്കൊരു കാര്യം ചെയ്യാമോ? അവരെ വിളിച്ചെനിപ്പിച്ച് ഓരോ മുത്തം കൂടെ കൊടുക്കാം. വാടി ഇങ്ങോട്ട്. ഇവിടെ ഒരു വീട് കിട്ടാൻ ഭയങ്കര പാട് തന്നെ കേട്ടടി. മുമ്പ് ഒരു 10 ബ്രോക്കറിനെ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ വീട് സെറ്റാക്കിയത്. ഞാൻ എന്തായാലും ഒരാഴ്ച കൂടെ ലീവ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകും. നീ ജോലിയിലൊക്കെ കയറിയിട്ട് ഞാൻ കയറാം. ആര് നീ എന്തൊരു വെള്ളം കണ്ടിട്ടില്ലേ? കൊച്ചു പിള്ളേരുടെ സ്വഭാവം. കളിച്ചോ ചക്കര, കളിച്ചോ, ഒരു കുഴപ്പമില്ല. എല്ലാ വലിയവരുടെ മനസ്സിൽ പിള്ളേരുണ്ടെന്നൊക്കെ പറയും. വേണ്ട, നീ എന്നെ ഒറ്റയ്ക്ക് കളിച്ചാൽ മതി. കളിച്ചാ വെള്ളം വേണോ? എന്നാ എനിക്ക് അപ്പോഴേ അറിയായിരുന്നു വെള്ളത്തിൽ കിടന്ന് കളിക്കുമ്പോൾ ജലദോഷം അടിക്കുന്നു. എടി നീ മരുന്ന് കഴിക്കാൻ പോണാ? എടി ഇതൊക്കെ ആവി പിടിച്ചാൽ മാറേണ്ട പ്രശ്നമേ ഉള്ളൂ. ആവി പിടിച്ച പോകത്തൊന്നുമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു അസുഖം ഉണ്ടെന്ന്. എടി വെള്ളത്തിൽ കളിച്ച് ആർക്കായാലും അസുഖം വരും. എനിക്ക് മെന്റൽ ഇഷ്യൂ ആണ്. നീ ഇപ്പൊ എന്തോന്ന് പറഞ്ഞേ? മെന്റലെന്നാണ്? അതെ, കുറച്ചു കാലമായിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പൊ ഇത് വേണ്ടായിരുന്നു തോന്നണോ? ആരെ എടി, ഈ ലോകത്ത് സ്നേഹം കൊണ്ട് മാറ്റാൻ പറ്റാത്ത ഒരു അസുഖവും ഇല്ല.
ഇന്ന് മുതൽ നിന്നെ ഞാൻ അങ്ങോട്ട് സ്നേഹിച്ച് നിന്റെ അസുഖം മാറ്റും. പിന്നെ ഇമ്മായിരുന്നു, ഇന്ന് മുതൽ നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ല. വാടി വാ. ആര്യേ 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 എടീ ആര്യേ എടീ ഇവള് ഫോൺ വെച്ചിട്ട് ഇതെവിടെ പോയത്? ആര്യേ അന്ന് കിടന്ന് ഉറങ്ങും. ആര്യേ പൊടി ഉടയ്ക്കാൻ വേണ്ടി ഞാൻ മേളിൽ കയറിയത് ഓർമ്മയുള്ളൂ. കണ്ണൂർ നോക്കിയപ്പോൾ ശ്രീ താഴെ നിൽക്കുന്നു. അത് കുഴപ്പമൊന്നുമില്ലടി, നമുക്ക് ഉറക്കം ശരിയാവാത്തതുകൊണ്ടാണ്. ഇന്നലെ തറയിലല്ലേ കിടന്നേ, ഉറക്കം അങ്ങോട്ട് കംഫർട്ടബിൾ ആയില്ല. ഞാനും വണ്ടി ഓടിച്ച് വന്നപ്പോൾ കണ്ണ് അടഞ്ഞടഞ്ഞു പോകണുണ്ടായിരുന്നു. ഇല്ല ശ്രീ, പക്ഷേ നീ ചുമ്മാ ഓവർ തിങ്ക് ചെയ്ത് കൂട്ടല്ലേ, അതിൻ്റെ പ്രശ്നമൊന്നുമില്ല. ഇതിനുള്ള സൊല്യൂഷനൊക്കെ എൻ്റെ ഉണ്ട്. ഒരു മനുഷ്യൻ മര്യാദയ്ക്ക് കിടന്ന് ഉറങ്ങിയാൽ തന്നെ പകുതി അസുഖം മാറുമെന്നാണ് കേട്ടിട്ടില്ലേ? വാ വാ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്തോന്ന് കാണിക്കണേ, എനിക്ക് തല ഇറങ്ങണ്. അയ്യോ, തല നേരെ ആവാനുള്ള സർപ്രൈസ് ആണ് ഞാൻ കൊണ്ടുവന്ന്. വാ അങ്ങോട്ട്. 1 2 3 സർപ്രൈസ്. ഞെട്ടിയില്ലേ? എനിക്കറിയാം ഞെട്ടൂന്ന്. എല്ലാം കണ്ടു പറഞ്ഞ് ചെയ്യുന്നവരാണ് ഈ ഞാൻ. അതല്ലേ ഞാൻ മാട്രസിന്റെ വാങ്ങിച്ചത്. മാട്രസ്. ഒറിജിനൽ മാട്രസ്. 33 രാജ്യത്തുള്ള യൂറോപ്പിലെ ബെസ്റ്റ് സെല്ലിംഗ് മാട്രസ്. ഞാൻ ആട് കണ്ടിട്ടുണ്ട്. അത് എന്നെ സാധനം. ഹായ്. കണ്ടാ, ഇതിൽ മോശം അബ്സോർപ്ഷൻ ഫീച്ചർ ഉണ്ട്. ഒരു തുള്ളി വെള്ളം വീണിട്ടില്ല. എടി പിന്നെ ഇതിൽ കിടന്നുറങ്ങിയ നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കും. ഇതിൽ ഓർത്തോപീഡിക് സപ്പോർട്ട് വിത്ത് കൂളിംഗ് സെൻസേഷൻ ഉണ്ട്, അറിയാമോ? ഹായ്. പൊട്ടിയില്ല. എടി പിന്നെ ബെഡിന്റെ സൈഡ് ഹാൻഡിൽസ് ഉള്ളതുകൊണ്ടേ നമുക്ക് ഏത് റൂമിലോട്ടും ഈസി ആയിട്ട് മാറ്റാം. അവരെ സൈറ്റിൽ നിന്ന് 55% ഡിസ്കൗണ്ടിലാണ് ഞാൻ സാധനം വാങ്ങിച്ചത്. ഡിസ്ക്രിപ്ഷനിലെ കൂപ്പൺ കോഡ് കൂടെ കൊടുത്തപ്പോഴേ 15% എക്സ്ട്രാ ഡിസ്കൗണ്ട് കൂടെ കിട്ടി. നീ അവിടെ എന്ത് ചെയ്യാനടി? എടി നോ കോസ്റ്റ് EMI വാങ്ങിച്ച സാധനം നീ ചീത്താക്കൂ. അതിന് 15 വർഷം വാറന്റി, 100 നൈറ്റ് ഫ്രീ ട്രയൽ ഉണ്ടല്ലോ എന്നും പറഞ്ഞു. നീ പോയി ഉജാല എടുത്തിട്ടോ, നമുക്ക് ഒഴിച്ചു നോക്കാം. എടി അത് പരസ്യം വേറെ. എന്നാ പോയി തീപ്പെട്ടി എടുത്തിട്ടോ. നീ എന്ത് ഇത് കത്തിക്കാൻ പോണ? അറിയണമല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യടി, വെട്ടി തീർന്നുണ്ടോന്ന് വെട്ട്. ആര്യ എവിടെ പോയി? തമാശക്ക് പറഞ്ഞ തമാശക്ക് ഇടറി. മാറ് മാറ് മാറ്. പ്ലീസ് ഒന്നും ചേടി പുതിയ മത്തേടി. മാറ്. ഇനി പറയണ കേൾഡി. മാറ്. ആര്യ
നോക്കണം. ഇന്നലെ നിന്റെ മരുന്ന് ഞാൻ ഇങ്ങോട്ടല്ലേ എടുത്ത് എറിഞ്ഞത്. അത് ഇവിടെ എവിടെയെങ്കിലും കാണാം, അത് തപ്പണേ. അയ്യോ, എനിക്ക് മരുന്നൊന്നും വേണ്ട. എനിക്ക് കുറച്ച് സ്നേഹം മതി. വാ, കുറച്ച് സ്നേഹം താ. ആക്ച്വലി സ്നേഹം കൊണ്ട് ചെറിയ ചില പ്രശ്നങ്ങൾ മാറുന്നതാണ്. ആ, അറിയാത്ത പിള്ളേ ചോറിയാൻ പറയും. ക്രിഞ്ച് ഡയലോഗ് അടിച്ചപ്പോഴും എനിക്കറിയായിരുന്നു. ഇനിയേ മരുന്ന് മുടക്കല്ലേ. നോക്കിയിരിക്കുക, അതൊന്നുകൂടെ ഒന്ന് തപ്പടി. സത്യായിട്ടു എടി, ശരിക്കും സത്യായിട്ടു? പിന്നെ പ്രഗ്നന്റ് ആണെന്ന് ആരെങ്കിലും കള്ളം പറയും? നമുക്ക് വീട്ടിൽ വിളിച്ച് പറയണ്ടേ? എന്റെ വീട്ടിൽ വിളിച്ചിട്ട് ഒരു കാര്യമില്ല. ഇത് പറയാനാണ് വിളിച്ചതെന്ന് പറഞ്ഞാലും വായു കാരണം പറഞ്ഞിട്ട് അവര് പോകുന്നു. പിന്നെ ഇതൊക്കെ പറഞ്ഞ എന്റെ അമ്മന്റെ പൂട്ട് തൊഴും. പക്ഷെ നമ്മൾ അറിയിക്കണ്ടേ? അറിയിക്കണ്ടേ? ഞാൻ പോയി വിളിച്ച് പറഞ്ഞിട്ട് വരാം. ഓക്കെ. മനുഷ്യനായ ഉളുപ്പ് വേണം. സിംഗിൾ ലൈഫ് 2 മാസം തികയണ കൊച്ചിന്റെ അച്ഛനാവാൻ പോണം. നാണമില്ലാത്തവൻ. ഇത് അമ്മയ്ക്ക് ഫോണിൽ കൂടെ തന്നെ വഴക്ക് പറഞ്ഞാൽ പോരായിരുന്നാ? എന്തിനാ കഷ്ടപ്പെട്ട് വീട് തേടി പിടിച്ച് ഇങ്ങോട്ട് വന്ന് വഴക്ക് പറയണത്? അല്ല, വീട് എങ്ങനെ കണ്ടുപിടിച്ച്? നിന്നെ എല്ലാത്തിനും സഹായിക്കുന്ന ഒരുത്തല്ലേ എന്റെ സഹോദരന്റെ സന്തതി. അവന്റെ കൊങ്ങയ്ക്ക് ഒടിച്ച് അഡ്രസ് കിട്ടി. അമ്മ കണ്ട, ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോ അച്ഛനും അമ്മ ഇല്ലാത്തത്. അതുകൊണ്ടാണ് വീട്ടുകാർ പറയും പോലെ കേൾക്കണമെന്ന് പറയണത്. അമ്മ ഇത് വഴക്കുണ്ടാക്കാൻ വന്നതാ. ഞാൻ എന്റെ മരുമോളെ നോക്കാൻ വന്നോ? നിനക്കെന്താടാ? ഈ സമയത്ത് വന്നില്ലെങ്കിൽ പിന്നെ ഏത് സമയത്ത് വരണം? മാറൊക്കെ അങ്ങോട്ട്, ഞാൻ ഫ്രഷ് ആവിട്ടു. അമ്മ എന്തായാലും വന്ന് നന്നായി. ഞാൻ അടുത്ത ആഴ്ച കാലിക്കട്ട് പോകുമ്പോഴേ നിന്നെ എങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് പോകുന്ന ആലോചിച്ച് പേടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സ്വഭാവം ഇതാണ്, നീ കുറച്ച് പാടുപെടും. അമ്മ ഞാൻ പുഷ്പം പോലെ കയ്യിലെടുക്കും. അമ്മ, അമ്മ അവള് വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ലല്ലോ. എടാ, അവള് നല്ല ഉറക്കത്തിലാണ്. ഉറക്കോ ഈ സമയത്ത്? ഇനി വയ്യാത്തോണ്ട് വല്ലതാണ്? അവക്കൊരു കുഴപ്പമില്ലടാ, ഇത് ക്ഷീണം. പിന്നെ അവക്ക് കൊച്ചു പിള്ളേരെ സ്വഭാവം തന്നെ അല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? എടാ, അത് പിന്നെ നമ്മളെ പറമ്പിൽ നിന്ന് ഒരു കളിപ്പാട്ടം കാറ് കിട്ടിയേ. അത് കിട്ടിയ സമയം തൊട്ട് കാർ ഓടിപ്പോയിരുന്നു. അവസാനം ഞാൻ വഴക്ക് പറഞ്ഞപ്പോഴേ മിണ്ടൂല, കട്ടീസ് എന്ന് പറഞ്ഞ് അകത്ത് കയറിപ്പോയി. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ അവിടെ ഇടുന്ന് സുഖമായിട്ട് ഉറങ്ങണു. കട്ടായി. അമ്മ, അവൾ എണീക്കുമ്പോ തന്നെ എന്നെ ഒന്ന് വിളിക്കാൻ പറയണേ. ഓ, പറയാം. മരുന്ന് കഴിക്കില്ലെന്നാ അരീസമ്മ കളിക്കല്ലേ? ശ്രീ, ഇതൊക്കെ ഹൈ ഡോസ് മരുന്നാണ്. ഇത് പ്രഗ്നൻസി ടൈമിൽ കഴിച്ചാൽ നാളെ നമ്മളെ കുഞ്ഞിനെ അത് അഫക്ട് ചെയ്താലോ? എടി, അങ്ങനെ ഒന്നും വരൂല. നീ പറയുന്നേക്ക്. എന്തോ ഭാഗ്യത്തിന് അമ്മയ്ക്കൊന്നും തോന്നിയില്ല. നീ വെറുതെ റിസ്ക് എടുക്കല്ലേ, മരുന്ന് കഴിച്ചേ പറ്റൂ. ശരി. പറയാമോ? നിനക്ക് ഈ ഭ്രാന്തി പെണ്ണിനെ കിട്ടുള്ളടാ. വേഗം വാ, അല്ലെങ്കിൽ എവിടെ നീ കൊല്ലും. അമ്മ, എന്തോ പ്രശ്നം? എന്തുപറ്റി? അവക്ക് മുഴുവട്ടടാ. അവൾ എന്തിനെന്ന് അറിയാമോ? എന്തോ ചൂട് മക്കളെ ഇവിടെ. ഇത്തിരി തല തണുക്ക, ഇനി എന്ത് ചെയ്യേ? ഇപ്പൊ തല തണുത്ത അമ്മ, അല്ലെങ്കിൽ ഞാൻ കുറച്ചു നേരം ഫ്രിഡ്ജിലെടുത്ത് വെക്കട്ടാ?
അമ്മ ഓക്കെ അല്ലേ? ഓക്കെ ആക്കി തരാടാ. അടുത്ത വണ്ടിക്ക് നീ ഇവിടെ എത്തിക്കൊള്ളണം. ഓക്കെ. ഇന്ന് കൊണ്ട് വിട്ടോന്ന് അവളെ വീട്ടില്. ഇനി ഇതിവിടെ വേണ്ട. ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞതാണ്. അമ്മ അവക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. മിണ്ടരുത് നീ. എന്തോ ഭാഗ്യം കൊണ്ട് ഞാൻ തല തണുക്കണ കാര്യം പറഞ്ഞത്. വല്ല ചൂട് വേണമെന്ന് പറഞ്ഞെങ്കിൽ എന്നെ അടുപ്പിനകത്ത് കയറ്റി തന്നെ അപരാന്തി. അമ്മ അവളെ അങ്ങനെ വിളിക്കല്ലേ? ഇല്ലടാ, ആ പ്രാന്തിയെ ഞാൻ പിന്നെ അബ്ദുൽ കലാം എന്ന് വിളിക്കാം. എടാ, ഇപ്പൊ അറിഞ്ഞതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. പിന്നെ വല്ലതും ആയിരുന്നെങ്കിലാ. എന്റെ പൊന്നുമോ, ഇതിനെ കൊണ്ട് കളഞ്ഞിട്ട് വീട്ടിൽ വാ. നീ എനിക്ക് ഒരെണ്ണേ ഉള്ളൂ. അങ്ങനെ അവളെ കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതവും വേണ്ട. നിന്നെ പറഞ്ഞ് നന്നാക്കാനൊന്നും പറ്റൂല. ഇതെന്റെ വിധി. എന്നാലും എന്റെ ദൈവമേ, ഇനി എന്തൊക്കെ വരാൻ പോണോന്ന് ഈ വീട്ടില്. എടോ മക്കളെ, ഓടിവാ. ഇവിടെ ആകെ പ്രശ്നമുണ്ടോ? നീ ഓടിവാ. അയ്യോ അവിടെ. ആര്യ, നീ എന്തോ കളിച്ചത്? അയ്യോ, നീ എന്തല്ലേ ഇവിടെ? അതിന് എനിക്കും ചോദിക്കാനുള്ളത്. ഇവളെന്താ ഇവിടെ? ഇവളെന്താ ബന്ധം? ആര്യ, ഇതിന്റെ മാമന്റെ മോളാണ്. ഈ മാമന്റെ മോളത്തിന് കെട്ടിക്കൂടായിരുന്നോ? എന്റെ ജീവിതത്തിന് തൊളിച്ചത്. നീ ഇത് എന്തൊക്കെ പറയണേ? മക്കളെ, ഇത് തന്നെ ഇവിടെ നടക്കുന്നത് കുറെ സമയത്ത് എനിക്കൊന്നും അറിഞ്ഞൂടാ. ചേട്ടാ, ഞാൻ നിങ്ങളെല്ലാരെയും കാണാൻ വേണ്ടി വന്നതാണ്. വന്നപ്പോ ചേട്ടന്റെ കാമുകയല്ലേ ചോദിച്ചിട്ട് എന്നെ അടിക്കാൻ വരാണ്. ഞാൻ ചോദിച്ചാ നീയല്ലേ പറഞ്ഞത്? പറ. ചേച്ചി അമ്മയാണെന്ന് നോക്കൂലോ. പ്ലീസ് ചേച്ചി. ആര്യ, അകത്തോട്ട് വാ. അകത്തോട്ട് പോകും. മക്കളെ, ഒന്നും പറ്റില്ലല്ലോ. പറ്റില്ല. മരുന്നിന് നല്ല സെഡേഷൻ ഉണ്ട്. ഇനിയിപ്പോൾ എണീക്കാൻ എന്തായാലും കുറേ താമസിക്കും. അപ്പോഴത്തേനും ഓക്കെ ആവും. അപ്പോൾ എനിക്ക് ആലോചിക്കുമ്പോൾ തന്നെ തല ഇറങ്ങണം. ഒന്ന് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പോലും പറ്റൂല. ആൾ പോലും ചെയ്താ. എന്താണ് ശരിക്കും ഉണ്ടായത്? ചേട്ടാ, ഞാൻ വന്നു കയറിയപ്പോൾ ഇവിടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നീ എൻ്റെ സ്ത്രീയെ തട്ടിയെടുക്കാൻ വന്നവളല്ലേ എന്ന് ചോദിച്ചിട്ട് ചേച്ചി തുടങ്ങി. ചേച്ചിക്ക് മെൻ്റൽ പ്രോബ്ലം ഉണ്ടെന്ന് ആൻറ്റി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ നാളെ തന്നെ സ്ഥലം വിടും. എനിക്ക് വയ്യ ഇവിടെ കിടന്ന് ചാവാൻ. മക്കളെടാ, ഇതാണ് ഞാൻ പറഞ്ഞത്. അവൾക്ക് ആളും തരമൊന്നുമില്ല. നാളെ നിന്നെ വല്ലതും ചെയ്താലാ? നിന്റെ കുഞ്ഞിനെ വല്ലതും ചെയ്താലാ? നീ ന്യൂസിലൊക്കെ കാണുന്നതല്ലേ? ചേച്ചി പ്ലീസ് ചേച്ചി. ചേച്ചി പ്ലീസ് ചേച്ചി. ചേച്ചി എല്ലാം ഞാൻ ആദ്യം പറഞ്ഞിട്ടാണ് ചെയ്തത്. ഇന്നലെ രണ്ടുപേരും നല്ല ആക്ടിങ് ആയിരുന്നു. മക്കളെ, അവൻ്റെ മനസ്സ് മാറിയെന്നാണ് തോന്നുന്നത്. ദൈവമേ, എൻ്റെ കൊച്ചിന് നല്ല ബുദ്ധി കൊടുക്കണേ. ആൻറ്റി, ഇതൊക്കെ കുറച്ച് കടുപ്പമില്ലേ? ഞാനും ചേട്ടൻ തമ്മിൽ പ്രേമമാണ്, എനിക്ക് ഗർഭമുണ്ടെന്നൊക്കെ പറഞ്ഞ് ചേച്ചി ട്രിഗർ ചെയ്തുകൊണ്ടല്ലേ ചേച്ചി ഇങ്ങനെയൊക്കെ കാണിച്ചത്. ഈ ശാപമൊക്കെ ഞാൻ എവിടെ കൊണ്ടുവെക്കും? ഒരു ശാപവും ഇല്ല മക്കളെ. നമുക്ക് അവൻ്റെ ജീവനല്ലേ വലുത്. നാളെ അവനെ വല്ലതും ചെയ്താ? നീ ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിക്കുന്നല്ലേ?
അങ്ങനെ തന്നെ നീ വിചാരിച്ചാൽ മതി. ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് അഭിനയിച്ചു, അത്ര തന്നെ. ആര്യ, നീ അകത്തോട്ട് പോ. എനിക്ക് ഇവരുടെ അടുത്ത് കുറച്ച് സംസാരിക്കണം. നീ എന്നെ ചെറിയൊന്നും വേണ്ട. നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇതൊക്കെ ചെയ്തത്. കുടുംബം കലക്കിയിട്ടല്ല നല്ലത് വരുത്തണത്. നീ എനിക്ക് ഒരേ ഒരു മോനാണ്, അതുകൊണ്ട് നിന്റെ ജീവനാണ് എനിക്ക് വലുത്. കണ്ട പ്രാന്തിക്കൊക്കെ എടുത്തിട്ട് തട്ടാനല്ല ഞാൻ നിന്നെ വളർത്തിയത്. അമ്മ ഇനി ഒരിക്കൽ കൂടെ അവളെ അങ്ങനെ വിളിച്ചോണ്ടല്ല. അമ്മ വിചാരിക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നും ഇല്ല അവക്ക്. മരുന്ന് കഴിച്ചാൽ വരേണ്ട അസുഖമേ ഉള്ളൂ. മരുന്ന് കഴിച്ചാൽ മാറിയില്ലെങ്കിൽ വേണ്ട. അപ്പൊ നീ ജീവിതകാലം മൊത്തം ഇങ്ങനെ അനുഭവിക്കാൻ പോണോ? അമ്മ, എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് അച്ഛന് സ്ട്രോക്ക് വന്ന് കിടപ്പിലാവണം. ജീവിതകാലം മുഴുവൻ നോക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മ അച്ഛനെ നോക്കാതൊന്നും ഇരുന്നില്ലല്ലോ, കളഞ്ഞിട്ട് പോയാ? എടാ, അതൊരു അസുഖമല്ലേ അമ്മ? ഇതൊരു അസുഖമാണ്. എല്ലാ അസുഖത്തിനും മരുന്നുള്ള പോലെ ഇതിനും ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞായതിനു ശേഷമാണ് ഈ അസുഖം വന്നെങ്കിൽ അമ്മ കളഞ്ഞിട്ട് പോകാൻ പറയൂ? ഇല്ലല്ലോ. അമ്മ, നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? നമ്മൾ സ്നേഹിക്കുന്ന ആളെ നമ്മളെ കെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണമെന്നല്ലേ. പക്ഷെ ഒരു മെന്റൽ ഇഷ്യൂ വന്നാൽ നമ്മൾ അവരെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കളയും, അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തും. അതാണ് അവരെ ഏറ്റവും കൂടുതൽ രോഗിയാക്കണം. സോറി, ഈ ലോകത്ത് വേറെ ഏത് അസുഖം വന്നാലും അവര് രോഗി. ഈ അസുഖം വന്നാൽ മാത്രം ഭ്രാന്തൻ അല്ലെങ്കിൽ ഭ്രാന്തി അല്ലേ? അമ്മയ്ക്ക് BP ഷുഗർ ഒക്കെ ഉള്ളതല്ലേ? അതിനൊക്കെ ഒരു പരിധിവരെ അമ്മയാണ് കാരണം. പക്ഷെ ഈ അസുഖം ഒന്നും ആരും വരുത്തി വെക്കണമല്ല അമ്മ. എന്നെ വിശ്വസിച്ച് എന്നെ ഇഷ്ടപ്പെട്ട് അവളുടെ വീട്ടുകാർ പോലും വേണ്ടാന്ന് വെച്ച് എൻ്റെ കൂടെ വന്നവളാണ്. അതുകൊണ്ട് എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് അവളുടെ കൂടെ ആയിരിക്കും. അതിനി അവളുടെ അസുഖം മാറിയാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. അമ്മയ്ക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ പോവാം. പിന്നെ നിന്റെ അടുത്ത് പറയാനുള്ളത്, എടി ഇവരൊക്കെ പഴയ ആൾക്കാരാണ്. ഈ മെഡിക്കേഷൻ, തെറാപ്പി, കൗൺസിലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാക്കാൻ സമയമെടുക്കും. നമ്മളൊക്കെ ഈ ജനറേഷനല്ലേ ഇതൊക്കെ ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന അസുഖം മാത്രമായിട്ട് കാണണം. മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ പൂർണ്ണ മനസ്സോടെ ചേർത്ത് പിടിക്കാൻ ഇന്നും നമ്മുടെ സമൂഹത്തിൽ പലർക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇത് തുറന്നു പറയാനോ അതിനു വേണ്ട ചികിത്സ നേടാനോ മടിക്കുന്നത്. ഏതൊരു അസുഖത്തെയും പോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും മെഡിക്കേഷനും എടുത്താൽ മാനസികാരോഗ്യവും നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുന്ന ഒന്നാണ്. ഇന്ത്യയിൽ 7-ൽ 1 എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം എന്തെന്നാൽ ഇതിൽ വളരെ ചെറിയൊരു ശതമാനം പേര് മാത്രമേ ഇതിനുള്ള ശാസ്ത്രീയമായ ചികിത്സ നേടുന്നുള്ളൂ. ഇനി നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കോ എന്തെങ്കിലും തരത്തിലുള്ള മാനസിക അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒരു മടിയും കൂടാതെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിൻ്റെ സഹായം തേടുക. കാരണം ശാരീരികാരോഗ്യത്തെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാനസികാരോഗ്യം. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേരുന്നുണ്ട്. താങ്ക് യു. പിന്നൊരു കാര്യം, നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് നല്ല ഉറക്കം. ഒരു എമ്മ മാട്രസ് വാങ്ങി നിങ്ങളുടെ ഉറക്കം കൂടുതൽ കംഫർട്ടബിൾ ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എമ്മയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഫെസ്റ്റിവൽ ഓഫറിലൂടെ 55% ഡിസ്കൗണ്ടും SKJ60 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് അഡീഷണൽ 15% ഡിസ്കൗണ്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന